ഗൈസ് നമുക്ക് ഹെയർ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്താലോ? കുറേ നാളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡ്രീം ഹെയർ നമുക്കൊന്ന് സീരിയസ്ലി ചേസ് ചെയ്താലോ? ഇത് മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ്. കാരണം ഇവിടെ മാജിക് ഒന്നുമല്ല, കൺസിസ്റ്റൻസി മാത്രമാണ്. സി ഗൈസ്, എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെയർ ഫോളും കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡേ 1 മോർണിംഗ് ആണ്. സോ മോർണിംഗ് അല്ല, ഒരു ഉച്ച സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുടിയിലെ ജടയും കാര്യങ്ങളൊക്കെ കളയുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, അത് ഏത് ഹെയർ ഓയിലോ ആയിക്കൊള്ളട്ടെ, വെളിച്ചെണ്ണയാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കാച്ചി വെളിച്ചെണ്ണ എന്ന് വേണമെന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലായാലും മതി. നന്നായിട്ട് സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി വരുന്നത് നമ്മുടെ മുടിയിലൊന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. ഭയങ്കര ഓവറായിട്ട് ഓയിൽ ചെയ്യുന്നില്ല, എന്നാലും നമ്മുടെ മുടിയുടെ കണ്ടീഷൻ, അതായത് എൻ്റെ മുടിയുടെ കണ്ടീഷൻ അത്രയും മോശമായതുകൊണ്ട് അത്യാവശ്യം ഓയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു സ്കാൽപ്പ് മസാജ് കൊടുക്കുന്നുണ്ട്. ജെൻറ്റിലായിട്ടാണ് കൊടുക്കുന്നത്. വീഡിയോ സ്പീഡ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അതിനിടയിൽ കാണിച്ചൊരു ഹെയർ സ്റ്റൈലല്ലേ എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എൻ്റെ ഫേസിൽ അത്യാവശ്യം പിമ്പിൾസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണം. വഴിയെ എല്ലാം സെറ്റാകും അല്ലേ? പിന്നല്ല, സെറ്റാക്കണം. ഒരു 50 മിനിറ്റ്സ് ഇതുപോലെ മുടിയൊന്ന് കെട്ടി വെക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു 30 ഡേയ്സ് ഓഫ് കൺസിസ്റ്റൻസി ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചലഞ്ചിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഹെയർ കെയറേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ആം ഗോയിങ് ടു റീസ്റ്റാർട്ട്. ഇത് എൻ്റെ ഹെയർ കെയർ ബോക്സ് ആണ് കേട്ടോ. ഇതിലാണ് എൻ്റെ ഹെയർ കെയറിൻ്റെ എല്ലാ പ്രോഡക്ട്സും കാര്യങ്ങളും ഞാൻ സൂക്ഷിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾ ABC ജ്യൂസ് എന്ന് വിചാരിക്കും. അല്ല, അതിൽ ഞാൻ നമ്മുടെ ഷിക്കാക്കായ് പൗഡറാണ് കേട്ടോ പൊടിച്ചിട്ടേക്കുന്നത്. ഈ ഷിക്കാക്കായ് പൗഡറിനെ പറ്റി പറയുമ്പം ഇതിന് കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കേട്ടോ. ഷിക്കാക്കായ് പൊടി എന്നത് അക്കേഷ്യ എന്ന സസ്യത്തിന്റെ ഉണങ്ങിയ പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഇത് ആയുർവേദത്തിൽ വളരെ കാലങ്ങളായിട്ട് മുടി പരിപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള പൊടിയാണ്. മുടി കഴുകാനായിട്ട് പ്രകൃതിദത്തമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണിത്. നമ്മുടെ ഡാൻഡ്രഫും ഒക്കെ ആയിട്ട് തലയൊക്കെ നന്നായിട്ട് ചൊറിച്ചിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻഡ്രഫും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഈ ഒരു ഫസ്റ്റ് യൂസിൽ എൻ്റെ തലയിൽ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി. അത്യാവശ്യം ഡാൻഡ്രഫ് നന്നായിട്ട് തന്നെ മാറി എന്ന് തന്നെ പറയാം കേട്ടോ. എന്നാലും പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കാണും. നമ്മളിത് അത്യാവശ്യം നല്ല ഡാൻഡ്രഫ് ഉള്ളവർ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കും. മുടി സോഫ്റ്റ് ആക്കാനും അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കാനും സഹായിക്കും. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എന്നാലും പറഞ്ഞു തരാം. 2-3 സ്പൂൺ ഷിക്കാക്കായ പൊടി, ഞാനിതിൽ 2 സ്പൂണാണ് എടുത്തത്. 2 സ്പൂൺ ഷിക്കാക്കായ പൊടിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. ഞാൻ അപ്ലൈ ആക്കിയ ആ ഒരു ഇതിനകത്ത് ആദ്യം വെള്ളം ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഷിക്കാക്കായ് പൊടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ടോട്ടലി. എൻ്റെ സ്കാൽപ്പ് ഓയിലിയാണ്, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഹെയർ ടൈപ്സ് അനുസരിച്ച് എങ്ങനെ ഷിക്കാക്കായ് പൊടി അപ്ലൈ ആക്കണം എന്ന് പറഞ്ഞു തരാം. ഡ്രൈ ഹെയർ ഉള്ളവർ ഷിക്കാക്കായ് പൊടിയുടെ കൂടെ തൈരോ അലോവേരയോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മുടി നല്ല സോഫ്റ്റ് ആകും. ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിലി ഹെയർ സ്കാൽപ്പ് ഉള്ളവർ ഷിക്കാക്കായ് പൊടിയുടെ കൂടെ നെല്ലിക്കപ്പൊടിയും ആഡ് ചെയ്താലും നല്ലതായിരിക്കും. ഇവർ തൈര് യൂസ് ചെയ്യണം എന്നില്ല. വെള്ളത്തിൽ, നമ്മുടെ സാധാ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെയറിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ, സ്കാൽപ്പിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കും. ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ടും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫ്, ഇച്ചി സ്കാൽപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഷിക്കാക്കായ് പൊടിയുടെ കൂടെ നമ്മുടെ വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, വേപ്പിൻ്റെ ഇല അരച്ചതോ അല്ലെങ്കിൽ നീമിൻ്റെ പൊടിയായിട്ട് കിട്ടും, അതും തൈരും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ആക്കിയാൽ നമ്മുടെ ആ ഒരു ഇച്ചിനെസ്, ചൊറിച്ചിൽ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി മൂലം നമ്മുടെ ഡാൻഡ്രഫ് നന്നായിട്ട് മാറി കിട്ടാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും. ഇനി നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉള്ളവർ ഷിക്കാക്കായ് പൊടിയുടെ കൂടെ റീത്ത പൊടി എന്ന് പറയുന്നൊരു പൊടിയുണ്ട്. ആ ഒരു പൊടിയും നമ്മുടെ അലോവേര ജെൽ ഉണ്ടല്ലോ, കറ്റാർ വാഴയും അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയും ഇത്രയും നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. ഇനി ഡ്രൈ ഹെയർ ആണെന്നുള്ളവർ നമുക്ക് തൈര് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കറ്റാർ വാഴ ജെല്ല് തന്നെ ധാരാളം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ആക്കി കൊടുക്കുക. അത് ഒരു വീക്കിലി ഒരു 2 or 3 ടൈംസ് അപ്ലൈ ആക്കി കൊടുക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹെയർ റൂട്ട്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് ഹെയർ ഫോൾ ഒക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർ, കെമിക്കൽ ഷാമ്പൂസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു നാച്ചുറൽ ഹെയർ കെയർ ഷാമ്പു ആണ്. മാത്രമല്ല ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഷാമ്പു ആണ്. സോ ഡേ ഹെയർ കെയർ ഡൺ ഗൈസ്. നമ്മുടെ ഹെയർ പാക്കിങ്ങിനെ ഹെയറിൽ ഇതുപോലെ അപ്ലൈ ആക്കിയിട്ട് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു മിനിമം ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും വെക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഡേ 1 ഡേ ഹെയർ കെയർ ഡൺ ആണ്. ഇനി നമുക്ക് നൈറ്റ് ഹെയർ കെയർ എങ്ങനെയാണെന്ന് നോക്കാം. നൈറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ ഹെയർ കെയർ ചലഞ്ചസിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട്, ഒരു ജെന്റിൽ മസാജ് കൊടുക്കുന്നുണ്ട്, ബാലയം ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു മെസ്സി ബൺ ഹെയർ സ്റ്റൈലും കെട്ടി വെക്കുന്നുണ്ട്.
അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 365 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ്. അതെ, ഡേ 1 ടു ഡേ 365. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് മുതൽ എക്സാക്ട് 365 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ റിസൾട്ട് നോക്കും. ഒരു വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാകുമോ? ഹോണസ്റ്റ്ലി അതെനിക്ക് പോലും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ജെനുവിൻലി ശ്രമിച്ച ഒരു മാറ്റമെങ്കിലും വരാതിരിക്കില്ല. ഇനി മുതൽ ഡെയിലി ഞാൻ എൻ്റെ ഹെയർ കെയർ ജേർണി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യും. ലേസി ആയാലും ടയേർഡ് ആയാലും മൂടില്ലാത്ത ദിവസമായാലും സംഹൗ നമ്മൾ നമ്മുടെ ഹെയറിന് വേണ്ടി എഫേർട്ട് ഇടും. കാരണം ഡ്രീം ഹെയർ ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. പക്ഷെ ദിവസവും കുറച്ച് എഫേർട്ട് ഇട്ടാൽ ഒരു ദിവസം അത് നമ്മളെ തേടി വരും. ഇനി ഒരു കാര്യം കൂടി, ഈ ജേർണി ഞാൻ ഷോർട്സ് ആയി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ജെനുവിൻലി ഹെൽപ്പ് ആവുന്ന രീതിയിൽ ലോങ് വീഡിയോസ് ആയിരിക്കും വരിക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഒത്തിരി ബോറാക്കാതെ ഫണ്ണായിട്ടും റിയൽ ആയിട്ടും ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. ഈ ജേർണിയിൽ ജെനുവിൻലി കൂടെ ഉണ്ടാകാൻ ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഡ്രീം ഹെയർ നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പോൾ തുടങ്ങല്ലേ. ദിസ് ഇസ് മൈ നൈറ്റ് ഹെയർ ഫോൾ. ഇതാണ് നമ്മുടെ നൈറ്റ് ഹെയർ കെയർ ബൺ ഹെയർ സ്റ്റൈൽ. അപ്പോൾ അടുത്ത ലക്കത്തിൽ കാണാം. ബൈ.